ഹായ് ഗൈസ്, മൈനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ വിചാരിച്ച് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ആയിട്ട് എത്തിയത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നെപ്പോലുള്ള എല്ലാ വീട്ടമ്മമാരും രാത്രി ചിന്തിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്, ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും? പിന്നെ നമ്മളെല്ലാവരും ഉണ്ടാക്കും ദോശ, അപ്പം, ഇഡ്ഡലി, പുട്ട്. ഇതെല്ലാം നമ്മുടെ മാസ്റ്റർ പീസായി നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ഇതിന് എന്ത് കറി ഉണ്ടാക്കും? അതിനും രക്ഷയുണ്ട്. എന്താ? സാമ്പാർ, ചട്നി, പിന്നെ അപ്പത്തിൻ്റെ കൂടെ ചമ്മന്തി. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടാക്കാറുള്ള ഡിഷസ്. പക്ഷേ അതിൽ നിന്നും വല്ലപ്പോഴുമെങ്കിലും ഒരു ചേഞ്ചിന് ഒരു ഗ്രീൻ പീസ് കറി, കടലക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കും, ഗ്രീൻ പീസ് കറി ഉണ്ടാക്കും. എങ്കിലും വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് രാവിലെ നമുക്ക് ജോലിക്കൊക്കെ പോകണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിന് മുമ്പായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പീസ് കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ പീസ് ആണെന്ന് അറിയാലോ. നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് തലേന്ന് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രീൻ പീസ് കുതിർക്കാൻ ഇടുക. കുതിർത്ത് കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ദാണ്ട് ഈ ഒരു പരുവത്തിനായിരിക്കും ഗ്രീൻ പീസ് കിട്ടുന്നത്. പിന്നീട് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു സവാള, ഒരു വലിയ സവാളയാണ് ഞാനിവിടെ കൊത്തിയരിഞ്ഞെടുത്തിരിക്കുന്നത്, ഒരൊറ്റ സവാള. പിന്നെ ഇതിനകത്ത് ഒരു ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് വട്ടത്തിൽ അരിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ അളവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ മീഡിയം സൈസിന് ഒരു പൊട്ടറ്റോ, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടത്. പിന്നെ തേങ്ങ ചിരികിയത് വേണം. അത് എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. എന്തൊക്കെയാണ് തേങ്ങയിൽ ചേർക്കേണ്ട, അരപ്പിന് വേണ്ടി ചേർക്കേണ്ടതെന്ന് പറയാം. ആദ്യം നമ്മൾ സ്റ്റൗ കത്തിച്ച് നമ്മൾ അടുപ്പത്തൊരു കുക്കറാണ് വെക്കേണ്ടത്. കുക്കറിലാണ് നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്. അതിന് ആദ്യമേ ജസ്റ്റ് ഒന്ന് ചൂടായി നമ്മുടെ കുക്കർ ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇടുക. ആദ്യം ഗ്രീൻ പീസാണ് ഇടേണ്ടത്. ഗ്രീൻ പീസ് ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഫുള്ളായിട്ട് അതിലേക്ക് ചേർക്കുക. പിന്നീട് നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. ആ ഒരു പച്ചമുളക് ഒരു എരിവിനനുസരിച്ച് ആൾക്കാർ ഇടുക. പിന്നീട് നമ്മുടെ ഉരുളക്കിഴങ്ങ്, പീസാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമായി പോലെ പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടവും പിടിക്കണ്ടേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പ്രഷർ കുക്കർ അടച്ച് ഒരു 2-3 വിസിൽ, അതിനപ്പുറം പോകണ്ട, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് ഒരുപാടായി വെന്ത് പോകും. അതുകൊണ്ട് പോകരുത്. ആ സമയത്ത് അത് വേവുന്ന സമയത്ത് നമ്മുടെ തേങ്ങ ചിരികിയതില്ലേ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു അത്യാവശ്യം കുറച്ച് വെള്ളവും കൂടെ കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിലാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കൊത്തിയരിഞ്ഞ് വെച്ചിട്ട് ഇഞ്ചി, അതൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. പിന്നീട് അതിലേക്ക് നമ്മുടെ തക്കാളി ഇതും കൂടെ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പില. എനിക്ക് കറിവേപ്പില ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടും. ചിലർ മല്ലിയിലേക്ക് ഇടാറുണ്ട്, പക്ഷേ എനിക്ക് കറിവേപ്പില ഇഷ്ടം. പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, ഒരുപാട് നമ്മുടെ അരപ്പങ്ങ് തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. അതുകൂടെ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും ബാക്കി കുറച്ച് ഉപ്പും കൂടെ, നമ്മുടെ അളവ് എത്രയാണെന്ന് നോക്കി വേണം ഉപ്പിടാൻ. കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസും പൊട്ടറ്റോയും കൂടെ ഉള്ള ആ വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് കുറുകണം, എന്നാലേ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് കൊഴുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. നമുക്ക് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് നല്ല പാകത്തിന് നമ്മുടെ ഗ്രീൻ പീസ് കറി ആക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ സമയത്താണ് ആൾക്കാരിൻ്റെ എന്തൊക്കെ മല്ലിയിലേക്ക് ഇടുക, പക്ഷെ എനിക്ക് മല്ലിയിലേക്കാളും കൂടുതലും ഇഷ്ടം കറിവേപ്പിലയാണ്. അതുകൊണ്ട് ഞാൻ ഏത് സാധനം നമ്മൾ വെച്ചാലും ഇത് പോകണം, ഞാൻ കറിവേപ്പില ഇങ്ങനെ ഇടും. എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി നല്ല സെറ്റ്
സെറ്റപ്പായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ദോശയുടെ കൂടെയാണ് കൂട്ടി കഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ, ചിലർക്ക് ഇഷ്ടം ചിലപ്പം അപ്പമായിരിക്കാം. അപ്പമാണെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുക, അതല്ല ചിലർക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും കഴിക്കും. ഇടിയപ്പമാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയും കഴിക്കുക. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, ബൈ.